ഗൈസ്, ഇദ്ദേഹം ആരാണെന്നറിയാമോ? നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ മോഹൻ കുന്നുമലാണ്. അപ്പോൾ ഇദ്ദേഹം RSSൻ്റെ പ്രോഗ്രാമിൽ ഒക്കെ പങ്കെടുത്ത് RSS സ്റ്റായ് കൊണ്ടെന്ന പേരിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ, അതായത് പിള്ളേർ ഏറ്റവും കൂടുതൽ മാർക്കുകളൊക്കെ മേടിച്ച പിള്ളേരുടെ മുമ്പിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുമായിട്ട് സംസാരിക്കുന്ന ഒരു രംഗം വന്നായിരുന്നു. അതിൽ CJP സമരത്തിനെതിരെ അവരെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് BJPനെ ഒന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചതാണ്. അപ്പം ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ആദ്യം, നിങ്ങൾ കോക്രോച്ച് ആണോ? നിങ്ങൾ പാറ്റകളാണോ? നിങ്ങൾ പിന്നെ എന്താണ്? നിങ്ങൾ ഈ നാടിന്റെ കരുത്തായ സിംഹങ്ങളാണ്. ശരിയാണോ? നിങ്ങൾ പാറ്റയാണോ സിംഹമാണോ? സംശയമുണ്ടോ? ചെറിയൊരു സംശയമുണ്ടോ? പാറ്റ അല്ല എന്ന് പറയുന്നവരല്ല എന്ന് ഉറച്ചു പറഞ്ഞേ. നിങ്ങൾ പാറ്റയാണോ കോക്രോച്ചാണോ അല്ല എന്നുള്ളവരൊന്ന് ഉറച്ചു പറഞ്ഞേ. എനിക്ക് സംശയമായിട്ട് ചിലപ്പോഴും പാറ്റയാണോ ആണോ? ആ മിടുക്കി പറഞ്ഞു. ബാക്കി എല്ലാരും കൂടെ ഉറച്ചു പറഞ്ഞേ. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞേ. എല്ലാരും പോരാ, പോരാ, ശബ്ദം പോരാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല, ചായ കിട്ടിയല്ലോ. നിങ്ങൾ ഈ രാജ്യത്തിന്റെ കരുത്തായ സിംഹങ്ങളാണ്, ദുർഗാദേവികളാണ്. നിങ്ങൾ കേട്ടില്ലേ? നല്ല വിദ്യാഭ്യാസവും വിവരമുള്ള ആൾക്കാർ പോലും BJP എന്ന പാർട്ടീനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയേക്കുക. പണ്ട് നമ്മൾ നഴ്സറി ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ച് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ സാറേ, ഇന്നത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. അവർക്ക് ബുദ്ധിയും വിവരവും ബോധവും ഉണ്ട്. അപ്പം പാറ്റകളാണോ സിംഹങ്ങളാണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാറ്റകൾ തന്നെ അവരുടെ ശക്തി നിങ്ങൾ കണ്ടതല്ലേ. പിന്നെ അത് കൂടുതൽ തന്നെ ചോദിക്കാനുണ്ട്. കാരണം ഇന്നത്തെ പിള്ളേർ ഇതെല്ലാം കണ്ടും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വളരുന്നത്. അവരൊന്നും തിരുത്താനായിട്ട് വലിയ പാടാണ്. അതുകൊണ്ട് ഈ ഒരു വർഗീയതയും പ്രശ്നങ്ങളുമൊക്കെ പറഞ്ഞിട്ട് അവരുടെ മണ്ടയ്ക്കൊണ്ട് കയറാനൊന്നും ശ്രമിക്കേണ്ട. അവർ പാറ്റകളാണെന്ന് പറഞ്ഞാൽ പാറ്റകൾ. ഇപ്പോൾ പാറ്റകളാണോ നിങ്ങളെന്ന് ഒന്നോടെ ചോദിച്ച് അവർ വേണമെങ്കിൽ പറഞ്ഞു കളയും. അതുകൊണ്ട് ന്യായീകരിക്കുന്നവരൊക്കെ സൂക്ഷിക്കുക. ഓക്കെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നോട് രേഖപ്പെടുത്തുക.